ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. നമുക്ക് ഇന്നത്തെ പാഠത്തിലേക്ക്, ടാബർനാക്കിൾ സ്റ്റഡിയിലേക്ക് നമുക്ക് വരാം. ആദ്യമേ നമുക്ക് സംഖ്യാപുസ്തകം 8-ാം അധ്യായം 8-ാം വാക്യവും 12-ാം വാക്യവും വായിച്ചിട്ട് ഇന്നത്തെ പാഠത്തിലേക്ക് വരാം. ആക്ച്വലി 8 മുതൽ 12 വരെ വായിക്കാം. സംഖ്യ 8 മുതൽ 12 വരെ. അതിന്റെ ശേഷം അവർ ഒരു കാളക്കിടാവിനെയും അതിന്റെ ഭോജനയാഗമായി എണ്ണ ചേർത്ത നേരിയ മാവും എടുക്കണം. പാപയാഗത്തിനായി നീ വേറെ ഒരു കാളക്കിടാവിനെയും എടുക്കണം. ലേവ്യരെ സമാഗമന കൂടാരത്തിന്റെ മുമ്പാകെ വരുത്തണം. ഇസ്രായേൽ മക്കളുടെ സഭയെ മുഴുവനും ഒരുമിച്ച് കൂട്ടണം. പിന്നെ ലേവ്യരെ യഹോവയുടെ സന്നിധിയിൽ നിർത്തണം. ഇസ്രായേൽ മക്കൾ ലേവ്യരുടെ മേൽ കൈവെക്കണം. യഹോവയുടെ വേല ചെയ്യേണ്ടതിന് അഹ്റോൻ ലേവ്യരെ യഹോവയുടെ സന്നിധിയിൽ ഇസ്രായേൽ മക്കളുടെ നീരാജന യാഗമായി അർപ്പിക്കണം. ലേവ്യർ കാളക്കിടാക്കളുടെ തലയിൽ കൈവെക്കണം. പിന്നെ ലേവ്യർക്ക് വേണ്ടി പ്രായശ്ചിത്തം കഴിക്കേണ്ടതിന് നീ യഹോവയ്ക്ക് ഒന്നിനെ പാപയാഗമായിട്ടും മറ്റേതിനെ ഹോമയാഗമായിട്ടും അർപ്പിക്കണം. നമ്മൾ കഴിഞ്ഞ ആഴ്ച ഇതിന്റെ ഒരു തുടക്കമായാണ് നമ്മൾ പഠിച്ച ചില കാര്യങ്ങൾ. അവിടെ നമ്മൾ വായിച്ച വാക്യങ്ങൾ ഏതായിരുന്നു? സംഖ്യാപുസ്തകം 8-ാം അധ്യായം 6 മുതൽ നമ്മൾ 7 വരെയാണ് കഴിഞ്ഞ ആഴ്ച ചിന്തിച്ച് അവസാനിച്ചത്. അപ്പം ഇന്ന് നമ്മൾ അതിന്റെ തുടർച്ച ഇവിടെ തുടരുകയാണ്. അപ്പം നമ്മളിപ്പോൾ ഇവിടെ വായിച്ചത് 8 മുതൽ 12 വരെയുള്ള വാക്യങ്ങളാണ്. അപ്പം 6ഉം 7ഉം എന്തിനെ സംബന്ധിച്ചാണ്? ഒന്ന് ഓർക്കാൻ തക്കവണ്ണം നമുക്ക് അതോടെ വായിക്കാം. ലേവ്യരെ ഇസ്രായേൽ മക്കളുടെ ഇടയിൽ നിന്ന് എടുത്ത് ശുചീകരിക്കാം. അവരെ ശുചീകരിക്കേണ്ടതിന് ഇങ്ങനെ ചെയ്യണം: പാപപരിഹാര ജലം അവരുടെ മേൽ തളിക്കണം. അവർ സർവാംഗം ക്ഷൗരം ചെയ്ത് വസ്ത്രമലക്കി ഇങ്ങനെ തങ്ങളെ തന്നെ ശുചീകരിക്കണം. അപ്പം ഇതിനു ശേഷമാണ് എന്തു ചെയ്യുന്നത്? അഹരോൻ ഈ ലേവ്യരെ എന്ത് ചെയ്യുന്നു? ഇവരുടെ മുമ്പിലാകെ മോശ ലേവ്യരെ ഇസ്രായേൽ ജനത്തിന് മുമ്പാകെ കൊണ്ടുപോയിട്ട് അവരുടെ കൈ എന്ത് ചെയ്യുന്നു? അവർ ലേവ്യ ഗണത്തിന്റെ മക്കളുടെ മുകളിൽ തലമുകളിൽ വെച്ച് അവരെ തന്നെ ലേവ്യരുടെ മേൽ റെപ്രസെന്റ് ചെയ്യുന്നതായിട്ട് അവിടെ കാണിക്കുന്നു, അല്ലെ? നമ്മളെ 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ ആ ഒരു വസ്തുതയാണ് വായിച്ചത്. അപ്പം തീർച്ചയായിട്ടും ഇവിടെ ഇസ്രായേൽ ജനത്തിലുള്ള ഓരോ വ്യക്തിയും അവർ വ്യക്തിപരമായി ഇങ്ങനെ ചെയ്യണമെങ്കിൽ കുറച്ച് പ്രയാസമാണ്. പക്ഷെ നമുക്ക് ഇത് കുറച്ചും കൂടെ പ്രാക്ടിക്കൽ ആയിരിക്കുന്ന വിധത്തിൽ ചിന്തിച്ചാൽ ഇത് മിക്കവാറും നടന്നത്, നമുക്കറിയാം, ജനത്തിന് ഓരോ എൽഡേഴ്സ് ഉണ്ടായിരുന്നു. എൽഡേഴ്സ്, ലീഡേഴ്സ് അല്ലെങ്കിൽ റെപ്രസെന്റേറ്റീവ്സ് എന്ന നിലയിൽ. മോശ ഓർക്കുന്നുണ്ടോ? മോശ ഒറ്റയ്ക്ക് ആ ജനത്തിന്റെ കംപ്ലൈൻസ്, അവരുടെ കംപ്ലൈൻസ് കേൾക്കാനായിട്ട് സാധിക്കാതെ വന്നപ്പോൾ താൻ പല റെപ്രസെന്റേറ്റീവ്സിനെ തിരഞ്ഞെടുത്ത് ഒരു ഹൈറാർക്കി തീരുമാനിച്ചായിരുന്നു. അപ്പം ഏറ്റവും ആദ്യത്തെ ലെവലിലുള്ളവർക്ക് ആ ചോദ്യങ്ങൾ ലഭിച്ചിട്ട് പിന്നെ അങ്ങനെ ഉയർന്ന പടിയിലേക്ക് വരും. അപ്പം അങ്ങനെയുള്ള ഒരു റെപ്രസെന്റേറ്റീവ്സ്, ജനത്തിന്റെ റെപ്രസെന്റേറ്റീവ് ആയിട്ട് അവരുടെ കൈ ഈ ലേവ്യ ഗണത്തിലുള്ളവരുടെ തലമുകളിൽ വെച്ചതായിട്ട് വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാം. അതാണ് കുറച്ചും കൂടെ പ്രാക്ടിക്കലായിട്ട് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായിരുന്നാലും ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, താങ്കളെ റെപ്രസെന്റ് ചെയ്യുവാൻ തക്കവണ്ണം ഇവർ തൻ്റെ കൈ ലേവ്യരുടെ തലമുകളിൽ വെച്ച് അങ്ങനെ ആ ഒരു വേല അവിടെ നടക്കുന്നു എന്നുള്ളതാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. അപ്പം ഓർക്കുക, ലേവ്യ ഗണത്തെ എന്തുകൊണ്ടാണ് ദൈവം തിരഞ്ഞെടുക്കുന്നത്? അത് ഇസ്രായേൽ ജനത്തിന്റെ പകരമായാണ്. എന്ന് പറഞ്ഞാൽ
ഇസ്രായേൽ ഗോത്രത്തിൽ, ഇസ്രായേൽ ജനത്തിൽ ആദിജാതന്മാർക്ക് പകരമായാണ് ഈ ഒരു ഗോത്രത്തെ, ലേവി ഗോത്രത്തെ ദൈവം തെരഞ്ഞെടുക്കുന്നത്. അപ്പം അങ്ങനെ ഇസ്രായേലിനെ റെപ്രസെന്റ് ചെയ്യുന്നു എന്നത് കാണിക്കാനായാണ് ഇവർ അവരുടെ തലമുകളിൽ കൈവെക്കുന്നത്. പിന്നെ നമ്മൾ കാണുന്നത് എന്താണ്? അങ്ങനെ കൈവച്ചതിന് ശേഷം അഹരോൻ അവരെ മോശയുടെയും ഈ ടാബർനാക്കിളിന്റെയും മുമ്പാകെ കൊണ്ടുപോയി ദൈവത്തിന്റെ മുമ്പാകെ സമർപ്പിക്കുന്നു, ലേവി ഗോത്രത്തെ. അപ്പം ഈ ഒരു സമർപ്പണം അതിനുശേഷം ആണ് എന്ത് ചെയ്യുന്നത്? മോശ ഇവിടെ യാഗങ്ങളെ അർപ്പിക്കുന്നത്. അപ്പം യാഗം അർപ്പിക്കുക എന്ന് പറയുമ്പോൾ 2 യാഗങ്ങളാണ് ഇവിടെ മോശ അർപ്പിക്കുന്നത്. അപ്പം യാഗം അർപ്പിക്കപ്പെടുന്നത് സിൻ ഓഫറിംഗ് ആയിട്ട് ഒരു ബുള്ളക്കും പിന്നെ ബേൺഡ് ഓഫറിംഗ് ആയിട്ട് ഒരു ബുള്ളക്കുമാണ് ഇവിടെ യാഗം അർപ്പിക്കപ്പെടുന്നത്. അപ്പം സിൻ ഓഫറിംഗ് എന്ന് പറയുമ്പോൾ പാപപരിഹാരമായിട്ട് ഒരു യാഗം, അത് ബുള്ളക്കാണ്. പിന്നെ ബേൺഡ് ഓഫറിംഗ് എന്ന് പറയുമ്പം അത് മലയാളത്തിൽ എങ്ങനെയാ? ഹോമയാഗമാണ് ഇവിടെ രണ്ടാമത് ചെയ്യുന്ന യാഗം. അപ്പം നമുക്കിവിടെ ചില ആശയങ്ങൾ, ആത്മീയമായ ചില ആശയങ്ങൾ ചിന്തിക്കാം. അഹരോനാണ് ഇവിടെ മോശയ്ക്ക് മുമ്പാകെ ലേവി ഗോത്രത്തെ പ്രസന്റ് ചെയ്യുന്നത്, അർപ്പിക്കുന്നത്. ഇവിടെ അഹരോൻ ആരെ കാണിക്കുന്നു? അഹരോൻ മഹാപുരോഹിതനാണ്. അപ്പം ലേവി ഗോത്രം കാണിക്കുന്നത് ഈ ഒരു തെരഞ്ഞെടുക്കപ്പെടുന്ന ജനത്തെയാണ്. അത് ഈ സുവിശേഷ യുഗത്തിലെ തെരഞ്ഞെടുക്കപ്പെടുന്ന ഈ ജനത്തെ കാണിക്കുന്നു. അപ്പം സ്വാഭാവികമായി ഈ നമ്മുടെ അല്ലെങ്കിൽ ഈ സുവിശേഷ യുഗത്തിന്റെ തെരഞ്ഞെടുക്കപ്പെടുന്ന ജനത്തിന്റെ മഹാപുരോഹിതനായിരിക്കുന്ന ക്രിസ്തു യേശുവിനെ കാണിക്കുന്നു ഇവിടെ അഹരോൻ. അപ്പം മോശ സ്വാഭാവികമായി റെപ്രസെന്റ് ചെയ്യുന്നത് യഹോവയാണ്. അപ്പം യഹോവയ്ക്ക് മുമ്പാകെ ഈ വിധത്തിൽ ഒരു സമർപ്പിതനായിരിക്കുന്ന അല്ലെങ്കിൽ സമർപ്പിത ഗണമായിട്ട് ഈ ഒരു സുവിശേഷ യുഗത്തിലെ ഗണത്തെ ഇവിടെ മുമ്പാകെ സമർപ്പിക്കുന്നത് യേശു എന്ന മഹാപുരോഹിതനാണ് എന്നുള്ള വസ്തുതയാണ് നമുക്കിവിടെ ഇതിൽ ഈ ഒരു നിഴലിൽ കാണാൻ സാധിക്കുന്നത്. അപ്പം അതോടൊപ്പം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് മോശ ഇവിടെ യഹോവയെ റെപ്രസെന്റ് ചെയ്യുന്നത് കൊണ്ട് ഇവിടെ മോശ ചെയ്യുന്ന വേല എന്താണ്? മോശ ഈ വിധത്തിൽ അഹരോൻ ലേവി ഗണത്തെ തന്റെ മുമ്പാകെ കൊണ്ടുവരുമ്പോൾ മോശ യാഗം അർപ്പിക്കുന്നു. ലേവി ഗണത്തിന്, ലേവി ഗോത്രത്തിന് വേണ്ടി യാഗം അർപ്പിക്കുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പം ഇതിവിടെ കാണിക്കുന്ന കാര്യം എന്ന് പറയുന്നത് മോശ ഉടനടി ഈ ചെയ്യുന്ന വേലയിൽ വെളിപ്പെടുത്തുന്ന കാര്യം എന്താണ്? ഇവിടെ തൻ്റെ മുമ്പാകെ സമർപ്പണത്തിൽ ഏർപ്പെട്ട് വന്നിരിക്കുന്നവരുടെ സമർപ്പണം എന്താണ് കാണിക്കുന്നത് എന്നതിനെയാണ് മോശ ഈ ചെയ്യുന്ന വേല സൂചിപ്പിക്കുന്നത്. എന്നു വെച്ചാൽ മോശ ചെയ്യുന്ന വേല എന്ന് പറയുന്നത് ഒരു യാഗം അർപ്പിക്കുന്ന വേലയാണ്. അപ്പം ഇതിൽ അടങ്ങുന്ന ആശയം എന്താണ്? ഇവിടെ കാണിക്കുന്നത് ഈ സമർപ്പിതപ്പെടുന്നവർ അവർ തൻ്റെ പൂർണ്ണ അർത്ഥത്തിൽ അല്ലെങ്കിൽ തന്നെ മുഴുവനായി ഈ ഒരു യാഗപീഠത്തിന്മേൽ വെച്ച് എരിഞ്ഞു തീരുന്ന യാഗം അതുപോലെ തന്നെ ദൈവത്തിന്റെ സന്നിധിയിൽ ഒരു യാഗമായി അർപ്പിക്കുക എന്നുള്ള ആശയമാണ് നമുക്ക് ഒന്നാമതായി ഇതിൽ കാണാൻ സാധിക്കുന്നത്. അപ്പം മോശ ചെയ്യുന്ന ഈ വേലയിൽ നമുക്ക് ആദ്യമേ കാണാൻ കഴിയുന്ന ആത്മീയ ആശയം എന്ന് പറയുന്നത് അതാണ്. ഈ വിധത്തിൽ സമർപ്പിതപ്പെടുന്ന ഓരോ വ്യക്തിയും ഈ ദൈവത്തിന്റെ യാഗപീഠത്തിന്മേൽ വെച്ച് യാഗം അർപ്പിച്ച് എരിഞ്ഞു തീരുന്ന യാഗം പോലെ ഈ വ്യക്തികളും എരിഞ്ഞു തീരേണ്ടവരാണ് എന്നുള്ള വസ്തുതയാണ് നമുക്കിവിടെ ഒന്നാമതായി കാണാൻ സാധിക്കുന്നത്.
പിന്നെ രണ്ടാമതായി നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്ന വസ്തുത എന്ന് പറയുന്നത്, ഇത് മനസ്സിലാക്കിയാണ് എന്ത് ചെയ്യുന്നത്. ലേവ്യർ തൻ്റെ കൈ ഈ യാഗവസ്തുവിന്റെ തലമേൽ വെച്ച് യാഗവസ്തുവിനെ മോശയ്ക്ക് മുമ്പാകെ കൊണ്ടുപോകുന്നത്. അപ്പം ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഇങ്ങനെ യാഗവസ്തുവിന്റെ തലമുകളിൽ വെക്കുന്ന ലേവി ജനത്തിനൊക്കെയും ഈ യാഗവസ്തുവിന് എന്ത് സംഭവിക്കും എന്നുള്ളത് പൂർണ്ണ ബോധമുണ്ടായിരുന്നു. അപ്പം ആത്മീയമായി ഇതിൽ ചിന്തിക്കുമ്പോൾ ഈ ഒരു സമർപ്പണത്തിൽ ഏർപ്പെടുന്ന നമ്മളൊക്കെയും, അല്ലെങ്കിൽ ഈ സുവിശേഷ യുഗത്തിൽ സമർപ്പണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഓരോ വ്യക്തികളും തൻ്റെ സമർപ്പണം എന്താണ് സൂചിപ്പിക്കുന്നത്, അതിൻ്റെ അർത്ഥം എന്താണ് എന്ന പൂർണ്ണ ബോധത്തോടു കൂടിയാണ് സമർപ്പണത്തിൽ ഏർപ്പെടുന്നത് എന്നുള്ള വസ്തുതയാണ് നമുക്കിവിടെ രണ്ടാമതായി കാണാൻ സാധിക്കുന്നത്. അപ്പം രണ്ടു വിധത്തിലും സമർപ്പണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും, അല്ലെങ്കിൽ സമർപ്പണത്തിൽ ഏർപ്പെടാനിരിക്കുന്ന ഓരോരുത്തർക്കും, അല്ലെങ്കിൽ ഇനിയും സമർപ്പണത്തെക്കുറിച്ച് ചിന്തിക്കുന്നതായിരിക്കുന്നവർക്ക് പോലും ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കുന്ന ഒരു ആശയമാണ്. അപ്പം എന്താണ് സമർപ്പണം? സമർപ്പണത്തിൽ ഏർപ്പെടുമ്പോൾ അതിൽ നമ്മുടെ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെയും ചിന്തിക്കാനും ഓർക്കാനുമായി നമുക്ക് ഈ ഒരു നിഴലും പൊരുളും വളരെയധികം നമുക്ക് ഉപയോഗകരമായിരിക്കുന്ന ഒന്നാണ്. അപ്പം നമ്മൾ ഈ വായിച്ച സംഖ്യാപുസ്തകം 8-ാം അധ്യായം 8-12 വാക്യങ്ങളൊക്കെയും നമുക്ക് ഈ ആശയങ്ങളാണ് നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നത്. എന്തെങ്കിലും ചോദ്യം ഉണ്ടോ അവിടെ? ഓക്കെ, നമുക്ക് അടുത്ത പോയിന്റിലേക്ക് വരാം. അപ്പോൾ നമുക്കിതിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നമ്മുടെ തന്നെ കോൺസെക്രേഷന്റെ ചില പോയിന്റുകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മളും ലേവി ഗണത്തെ പോലെ നമ്മൾ ഇവിടെ യാഗമർപ്പിക്കപ്പെടുന്നത്, അല്ലെങ്കിൽ നമ്മളും ഇവിടെ കോൺസെക്രേറ്റഡ് ആകുന്നത് എന്തിനു വേണ്ടിയാണ്? ദൈവത്തിന്റെ വേലക്കാരായിരിക്കുവാൻ, ദൈവത്തിന്റെ സെർവൻസ് ആകുവാൻ തക്കവണ്ണമാണ് നമ്മളും കോൺസെക്രേറ്റഡ് ആകുന്നത്, അല്ലെ? ലേവി ഗോത്രം എന്തിനു വേണ്ടിയാണ് ദൈവം തിരഞ്ഞെടുത്തത്? തൻ്റെ സെർവൻസ് ആയിരിക്കാൻ, തൻ്റെ വേലക്കാരായിരിക്കുവാനാണ്. അപ്പം ഇതേ ആശയമാണ് നമ്മളെ സംബന്ധിച്ചും നമ്മുടെ ആത്മീയ സമർപ്പണത്തെ സംബന്ധിച്ചും നമുക്ക് ചിന്തിക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ദൈവത്തിന് മാത്രമല്ല നമ്മൾ വേലക്കാരായിരിക്കുന്നത്. എങ്ങനെയാണോ ലേവി ഗണത്തിൽ ലേവ്യർ ഓരോരുത്തരും പരസ്പരം സഹായികളായിരുന്നത്, അല്ലെങ്കിൽ പരസ്പരം ഈ ഒരു വേലയിൽ കൂട്ടുവേലക്കാരായിരുന്നത്, അതുപോലെ തന്നെ നമ്മളും നമ്മുടെ ആത്മീയ സമർപ്പണത്തിൽ നമ്മൾ ദൈവത്തെ മാത്രമല്ല സേവിക്കുന്നത്, അല്ലെങ്കിൽ ദൈവത്തിന് വേണ്ടി മാത്രമല്ല നമ്മൾ സേവ ചെയ്യുന്നത്, ഈ വിധത്തിലുള്ള വേലകൾ അതിലേർപ്പെടുന്നത്. പക്ഷേ നമ്മൾ ദൈവത്തിന്റെ ഈ ഒരു പുരോഹിത വർഗത്തിൽ ഏർപ്പെടുന്ന ഓരോരുത്തർക്കും നമ്മൾ ഈ ഒരു സഹവിശ്വാസികൾ എന്ന നിലയിൽ, അല്ലെങ്കിൽ ഈ പുരോഹിത ഗോത്രത്തിൽ ഒരു അംഗങ്ങൾ എന്ന നിലയിൽ നമ്മൾ പരസ്പരം സഹായികളാണ്, പരസ്പരം ഈ തരത്തിലുള്ള വേലകൾ ചെയ്ത് സഹായിക്കേണ്ടവരാണ് എന്നുള്ള ഒരാശയവും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു. അപ്പം നമുക്ക് ദൈവത്തെ ഏറ്റവും ഡയറക്റ്റ് ആയിട്ട് സേവിക്കാൻ സാധിക്കുന്നത് നമ്മൾ പരസ്പരം ഈ തരത്തിലുള്ള വേലകൾ ചെയ്തുകൊണ്ടാണ്, അല്ലെ? അതുകൊണ്ടാണ് ക്രിസ്തു എന്ത് പറഞ്ഞത്? എൻ്റെ നാമത്തിൽ എന്ത് ചെയ്യണം? പറയാ. നാമത്തിൽ എന്തെങ്കിലും ആർക്കെങ്കിലും ചെയ്താൽ അതെല്ലാം അവന് ചെയ്താട്ടെ. എന്റെ നാമത്തിൽ ഒരു പാത്രം വെള്ളമെങ്കിലും ഒരുവന് കൊടുത്താൽ അത് എനിക്ക് വേണ്ടി, എൻ്റെ പേരിൽ
ചെയ്യുന്നതായിട്ടാണ് എന്നുള്ള ഒരു ആശയമാണ് നമുക്ക് ഇവിടെയും കാണാൻ സാധിക്കുന്നത്. അപ്പം ക്രിസ്തുവിനെ അല്ലെങ്കിൽ നമ്മുടെ പിതാവായിരിക്കുന്ന യഹോവയെ ഏറ്റവും എളുപ്പത്തിൽ അല്ലെങ്കിൽ ഏറ്റവും ഡയറക്റ്റ് ആയിട്ട് നമുക്ക് സേവിക്കാൻ സാധിക്കുന്നത് നമ്മുടെ സഹവിശ്വാസികളെ സേവിച്ചുകൊണ്ടാണ്. അപ്പം ആ ഒരു ആശയം നമുക്ക് ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയി ചിന്തിക്കേണ്ട ഒന്നാണ്. അപ്പം പുരോഹിതന്മാരെന്ന നിലയിൽ നമ്മൾ ലേവ്യരാണ്. അപ്പം ഇവിടെ നമ്മൾ ചിന്തിക്കുന്ന ആശയം എന്ന് പറയുന്നത്, സ്ക്വയർ എന്ന് പറയുന്നത് ഒരു റെക്റ്റാങ്കിൾ ആണ്, പക്ഷെ എല്ലാ റെക്റ്റാങ്കിളും സ്ക്വയർ അല്ല. അപ്പം ഇതേ റീസണിങ് ആണ്. പുരോഹിതന്മാരെല്ലാവരും ലേവ്യരാണ്, പക്ഷെ ലേവ്യരിൽ ചിലര് മാത്രമേ പുരോഹിതന്മാരായിരിക്കുന്നുള്ളൂ. അപ്പം ഈ നിലയിൽ പുരോഹിതന്മാരായിരിക്കുന്ന നാം ഒക്കെയും ലേവ്യരാണ്. അപ്പം ഈ നിലയിൽ ലേവ്യരുടെ ഈ ഒരു നിഴലിന്റെ പിക്ചർ അത് നമുക്കും അപ്ലൈ ചെയ്യുന്ന ഒന്നാണ്. അപ്പം ഈ നിലയിൽ ലേവ്യർ എന്ന നിലയിൽ നമ്മൾ ദൈവത്തെ സേവിക്കുകയും നമ്മൾ നമ്മുടെ സഹവിശ്വാസികളെ സേവിക്കുന്നതിനാൽ ദൈവത്തെ സേവിക്കുകയും ചെയ്യുന്നവരാണ് എന്നുള്ള ഒരു ആശയമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പം നമ്മൾ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ സ്വാഭാവികമായി വേണമെങ്കിൽ നമ്മുടെ മനസ്സിൽ ഒരു ചോദ്യം വരാം. എന്ത് ചോദ്യമാണ്? ഇപ്പോൾ പറഞ്ഞ ഒരു ആശയം തന്നെയാണ്. എന്ന് പറഞ്ഞാൽ ലേവ്യർ എല്ലാവരും പുരോഹിതന്മാരല്ല. അപ്പം ആ നിലയിൽ ലേവ്യരെ സംബന്ധിച്ചുള്ളൊരു നിഴൽ, ലേവി ഗോത്രത്തെ സംബന്ധിച്ചുള്ളൊരു നിഴൽ ഈ പുരോഹിത വർഗത്തിന് അപ്ലൈ ചെയ്യുന്ന, അവരെ ബാധിക്കുന്ന അല്ലെങ്കിൽ അവരെ സംബന്ധിച്ചുള്ള ഒരു നിഴലായിട്ട് നമുക്ക് എങ്ങനെ ചിന്തിക്കാൻ സാധിക്കും? തീർച്ചയായിട്ടും ലേവി ഗോത്രം എല്ലാവരും പുരോഹിത വർഗത്തിൽ ഉൾപ്പെടുന്നതല്ല. പക്ഷേ ഇപ്പോൾ ചിന്തിച്ചതുപോലെ പുരോഹിതന്മാർ എല്ലാവരും ലേവി ഗോത്രത്തിൽ ഉൾപ്പെടുന്നതാണ്. അപ്പം പല നിഴലിനെ സംബന്ധിച്ചും നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ ഒരു നിഴല് മാത്രമല്ല, മറ്റ് പല നിഴലിലും ഒരേ ക്ലാസ് തന്നെ രണ്ട് വിധത്തിൽ അല്ലെങ്കിൽ രണ്ട് പൊസിഷനുകളിൽ നമുക്ക് അത് റെപ്രസെന്റ് ചെയ്തപ്പെട്ട് കാണാൻ സാധിക്കുന്നു. ചില എക്സാമ്പിൾ നമുക്ക് ചിന്തിക്കാം. അഹരോൻ മഹാപുരോഹിതൻ എന്ന നിലയിൽ ഒരു യാഗപീഠത്തിന്മേൽ അർപ്പിക്കുമ്പോൾ രണ്ട് ആപ്ലിക്കേഷൻസ് ആണ് നമുക്ക് ഈ നിഴലിന് കാണാൻ സാധിക്കുന്നത്. ഒന്ന്, അഹരോനിൽ നമുക്ക് ക്രിസ്തു എന്ന മഹാപുരോഹിതനെ കാണാൻ സാധിക്കുന്നു. ഇവിടെ ക്രിസ്തു അഹരോൻ അർപ്പിക്കുന്ന യാഗത്തിൽ നിഴലായിരിക്കുന്നു. അതുപോലെ തന്നെ അഹരോൻ എന്ന മഹാപുരോഹിതനിലും നിഴലാണ്. അപ്പൊ രണ്ട് വിധത്തിൽ അഹരോൻ ക്രിസ്തുവിനെ കാണിക്കുന്നു, അഹരോൻ അർപ്പിക്കുന്ന യാഗവസ്തുവും ക്രിസ്തുവിനെ കാണിക്കുന്നു. വേറൊരു എക്സാമ്പിള് നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാം. ഈ വിശുദ്ധത്തിൽ പുരോഹിതന്മാര് ഭക്ഷിക്കുന്ന ഈ ഒരു വിശുദ്ധ അപ്പം, ഇതിൽ നമുക്ക് രണ്ട് വിശുദ്ധ അപ്പത്തിൽ നമുക്ക് രണ്ട് ഈ ഒരു ആശയങ്ങൾ അഗൈൻ കാണാൻ സാധിക്കുന്നു. എന്നു വെച്ചാൽ ഈ മേശ, വിശുദ്ധി അപ്പം ഇരിക്കുന്ന ഈ മേശ, ഈ വിശുദ്ധി അപ്പം വെച്ചിരിക്കുന്ന മേശ, അത് തന്നെ ഈ സുവിശേഷ യുഗത്തിലെ തെരഞ്ഞെടുക്കപ്പെടുന്ന ജനത്തെ കാണിക്കുന്നു. എന്ന് പറഞ്ഞാൽ വിശുദ്ധിയപ്പം സത്യത്തെ കാണിക്കുന്നു, ദൈവത്തിന്റെ വചനത്തെ കാണിക്കുന്നു. ഈ വചനത്തെ ഇപ്പോൾ ഈ സുവിശേഷ യുഗത്തിൽ താങ്ങി നിർത്തുന്നത് അല്ലെങ്കിൽ ഈ ജനത്തിന് മുമ്പാകെ, ലോകത്തിന് മുമ്പാകെ വെളിപ്പെടുത്തുന്നത് ഈ ദൈവത്തിന്റെ തെരഞ്ഞെടുക്കപ്പെടുന്ന ജനമാണ്. അപ്പം ആ നിലയിൽ ഈ മേശ, കാഴ്ചയപ്പത്തിന്റെ മേശ കാണിക്കുന്നത് ഈ സുവിശേഷ യുഗത്തിലെ ചെറിയാട്ടിൻകൂട്ടത്തെയാണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു ആപ്ലിക്കേഷൻ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു. അതാണ് ഈ അപ്പത്തെ ഭക്ഷിക്കുന്ന പുരോഹിത വർഗം, അവരും ഈ ചെറിയാട്ടിൻകൂട്ടത്തെ റെപ്രസെന്റ് ചെയ്യുന്നതാണ്. അപ്പം രണ്ട് വിധത്തിൽ
ഒരേ ടൈപ്പുമായുള്ള ബന്ധത്തിൽ നമുക്ക് ഒരേ ആശയം നമുക്ക് കാണാൻ സാധിക്കുന്നു. അപ്പം ഇതുപോലെ തന്നെ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് ഇനിയും തിരിച്ചു വരാം. ഇവിടെ സകല ലേവി ഗോത്രത്തിലുള്ള വ്യക്തികളും പുരോഹിതന്മാരല്ല എങ്കിൽ പോലും പുരോഹിതന്മാരെല്ലാവരും ലേവി ഗോത്രത്തിലെ അംഗങ്ങളായിരിക്കെ നമുക്കിവിടെ ലേവിയെ ഗോത്രത്തെ സംബന്ധിച്ചുള്ള നിഴൽ തീർച്ചയായിട്ടും ഇവിടെ ഈ ഒരു ചെറിയാട്ടൻ കൂട്ടത്തെ സംബന്ധിച്ചുള്ളതായിട്ട് നമുക്ക് ചിന്തിക്കാൻ സാധിക്കും എന്നുള്ളതാണ് നമുക്കിവിടെ ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. എന്തെങ്കിലും ചോദ്യം ഉണ്ടോ? അറിയാം. അപ്പം നമുക്കിവിടെ കാണാൻ സാധിക്കുന്ന നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്, അടുത്ത പോയിന്റ് എന്ന് പറയുന്നത്, ലേവി ഗണത്തെ ഇവിടെ മോശ എന്ത് ചെയ്യുന്നു? ഇവിടെ ഇസ്രായേൽ ജനത്തിന് മുമ്പാകെ കൊണ്ടുവരുന്നു. എന്തിനു വേണ്ടി? ഇസ്രായേൽ ജനത്തിനെ ഇവിടെ മോശ അവരുടെ മുമ്പാകെ കൊണ്ടുവരുന്നത് അവരുടെ കൈ ലേവി ഗണത്തിന്റെ ഓരോ വ്യക്തിയുടെയും തലമുകളിൽ വെച്ച് ഈ ഒരു അവരെ റെപ്രസെന്റ് ചെയ്യുന്നതായിട്ട് ഇവിടെ ആ ഒരു പിക്ചർ വരണം, അതിനുവേണ്ടി കൊണ്ടുവരുന്നു. അതാണ് നമ്മൾ സംഖ്യാപുസ്തകം 8-ാം അധ്യായം 9-10 വായിച്ചത്. അപ്പം ഇസ്രായേലിനെ റെപ്രസെന്റ് ചെയ്യുന്നതായിട്ടാണ് നമുക്ക് ഈ ഒരു പ്രവൃത്തിയിൽ കാണാൻ സാധിക്കുന്നത് ലേവി ഗോത്രം. അപ്പം ഈ ഒരു നിഴല് എന്തിനെ കാണിക്കുന്നു? പൊരുളിൽ നമുക്ക് ഇതിനെ സംബന്ധിച്ച് എന്താണ് ചിന്തിക്കാൻ സാധിക്കുന്നത്? ആത്മീയമായിരിക്കുന്ന ഈ ഒരു പൊരുളിലുള്ള ലേവി ഗോത്രം എന്ന് പറയുന്നത് സുവിശേഷ യുഗത്തിലെ ഈ തിരഞ്ഞെടുക്കപ്പെടുന്ന ജനമാണ്, ചെറിയാട്ടിൻ കൂട്ടമാണ്. അപ്പം ഈ ചെറിയാട്ടിൻ കൂട്ടം എന്ന് പറയുന്നത് ഈ ലോകത്തിന്റെ ഇടയിൽ നിന്ന് വിളിച്ച് വേർതിരിക്കപ്പെട്ട ഒരു ഗണമാണ്. അപ്പം ഈ ഒരു ആശയം നമുക്ക് ഇതിൽ കാണാൻ സാധിക്കുന്നു. ഇവിടെ ഓർക്കുക, ലേവി ഗണത്തെ ദൈവം തിരഞ്ഞെടുക്കുന്നത് ഇസ്രായേൽ ജനത്തിനിടയിലുള്ള ആദിജാതന്മാർക്ക് പകരമായാണ്. അപ്പം ഈ ഒരു ആശയം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു. നമ്മളെയും ദൈവം വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത് ഈ ലോകത്തിനിടയിൽ നിന്നാണ്. അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ഈ ഒരു സ്നാനം, അത് എന്തിനു വേണ്ടിയാണ് നമ്മൾ സ്നാനം കഴിച്ചിരിക്കുന്നത്? അത് ഈ ലോകത്തിന് വേണ്ടി കൂടിയാണ് എന്നുള്ള ആശയം നമുക്ക് 1 കൊരിന്ത്യർ 15-ാം അധ്യായം 29-ാം വാക്യത്തിൽ വായിക്കാം. അല്ല, മരിച്ചവർക്ക് വേണ്ടി സ്നാനം ഏൽക്കുന്നവർ എന്ത് ചെയ്യും? മരിച്ചവർ കേവലം ഉയർക്കുന്നില്ലെങ്കിൽ അവർക്ക് വേണ്ടി സ്നാനം ഏൽക്കുന്നത് എന്തിന്? അപ്പം ഇവിടെ നമ്മൾ കഴിച്ചിരിക്കുന്ന ഈ സ്നാനം അല്ലെങ്കിൽ നമ്മുടെ ഈ സമർപ്പണം എന്ന് പറയുന്നത് അത് നമ്മുടെ രക്ഷയെ സംബന്ധിച്ച്, നമ്മുടെ ഓട്ടത്തെ സംബന്ധിച്ച് എന്നത് മാത്രമല്ല. പക്ഷേ നമ്മളിപ്പോൾ സമർപ്പണം ഏറ്റിരിക്കുന്നത്, നമ്മളിപ്പോൾ ഈ സ്നാനം ഏറ്റിരിക്കുന്നത് അത് ഈ ലോകത്തിന്റെ രക്ഷയ്ക്കും അവരുടെ വീണ്ടെടുപ്പിന് വേണ്ടിയുമാണ് എന്നുള്ള ആശയമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പം ഈ ഒരു വസ്തുത നമുക്ക് വോളിയം 6 പേജ് 456-ലും ഗലാത്യർ 3-ാം അധ്യായം 27-29 വാക്യങ്ങളിലും നമുക്ക് വായിക്കാൻ സാധിക്കുന്നു. ഇപ്പോൾ സമയം കുറവായിരിക്കുന്നത് കൊണ്ട് വായിക്കുന്നില്ല, നോട്ട് ചെയ്ത് വെക്കുക. അപ്പം നമ്മളിൽ കൂടിയാണ് എന്ത്? നമ്മുടെ വിശ്വസ്തതയിൽ കൂടിയാണ്, നമ്മുടെ മരണപര്യന്തം ഉള്ള വിശ്വസ്തതയിൽ കൂടിയാണ് എന്ത്? ഈ സകല ലോകത്തിലുള്ള സകല വ്യക്തികളും മനുഷ്യരും അനുഗ്രഹിക്കപ്പെടുവാനിരിക്കുന്നത്. അപ്പം ഈ ഒരു ആശയമാണ് നമുക്ക് ഇവിടെയും ഈ ഒരു ലേവി ഗണത്തിന്റെ ആ ഒരു സമർപ്പണത്തിലും കാണാൻ സാധിക്കുന്നത്. അപ്പം നമ്മൾ അബ്രഹാമിന്റെ സന്തതി എന്ന നിലയിൽ, ആ ഒരു സീഡ് എന്ന നിലയിൽ, വിത്ത് എന്ന നിലയിൽ നമ്മളിൽ കൂടിയാണ് സകല ജനത്തെയും ദൈവം അനുഗ്രഹിക്കാനിരിക്കുന്നത്. അതാണ് ഗലാത്യർ 3-ാം അധ്യായത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കുന്നത്.
ഇനിയും അടുത്ത പോയിന്റിലേക്ക് നമുക്ക് ഇനിയും വരാം. ഇത് കൂടാതെ നമുക്ക് സ്വാഭാവികമായി വേണമെങ്കിൽ മറ്റൊരു ചോദ്യം നമ്മുടെ മനസ്സിൽ വരാം. എന്നു വെച്ചാൽ ഈ ഒരു നിഴലിലേക്ക് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ അവിടെ ഇസ്രായേൽ ജനം ഈ തരത്തിൽ ലേവി ഗണം അവരെ റെപ്രസെന്റ് ചെയ്യുന്ന നിലയിൽ അവരുടെ കൈ ലേവി ഗണത്തിന്റെ തലമുകളിൽ വെക്കുന്നത് ദൈവത്തിന്റെ ക്രമീകരണ പ്രകാരമാണ്. ദൈവം അങ്ങനെ കൽപ്പിച്ചിട്ടാണ്. അല്ലെങ്കിൽ അത് അങ്ങനെ ദൈവം കൽപ്പിച്ചില്ല എങ്കിൽ തീർച്ചയായും അങ്ങനെ ചെയ്യുന്ന ഒരു പ്രവൃത്തിയല്ല ഇത്. അപ്പം ഇതിൽ നമുക്ക് എന്താണ് ചിന്തിക്കാൻ സാധിക്കുന്നത്? ആ ഒരു വസ്തുതയല്ല നമുക്കിവിടെ നോട്ട് ചെയ്യേണ്ടത്. എന്നു വെച്ചാൽ ഇവിടെ നമ്മൾ നോട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, മോശയാണ് ലേവി ഗണത്തെ ഇവിടെ ജനത്തിന് മുമ്പാകെ കൊണ്ടുവരുന്നത്. മോശയാണ് ദൈവത്തിന്റെ ആ ഒരു ദൈവത്തിന്റെ പ്രഖ്യാപന പ്രകാരം, ദൈവത്തിന്റെ കൽപ്പന പ്രകാരം ഇങ്ങനെ ചെയ്യണമെന്ന് ബോധവൽക്കരപ്പെടുത്തുന്നത്. അപ്പം മോശയുടെ പ്രവർത്തനത്തിൽ കൂടിയാണ് ലേവി ഗണത്തെ ഇങ്ങനെ ഇസ്രായേൽ ജനം അനുഗ്രഹിക്കുന്നത്, അവരുടെ സ്ഥാനത്ത് നിൽക്കുവാനായിട്ട്. അപ്പം ആത്മീയമായി നമ്മൾ ചിന്തിക്കുമ്പോൾ, പൊരുളിലേക്ക് വരുമ്പോൾ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്നു വെച്ചാൽ ഇപ്പോൾ സുവിശേഷ യുഗത്തിൽ ബ്രദർ റസൽ ഇങ്ങനെയാണ് പറയുന്നത്. ടാബർനാക്കിൾ ബുക്കിൽ, ബ്രദർ റസൽ എഴുതിയ ടാബർനാക്കിൾ ബുക്കിൽ 84-ാം പേജും 95-ാം പേജും അവിടെ ബ്രദർ റസൽ എഴുതുന്നത് ഇങ്ങനെയാണ്: ഇപ്പോൾ ഈ സുവിശേഷ യുഗത്തിൽ നമ്മളെ ഓരോരുത്തരെയും ഈ പൊതുലോകം പുരോഹിതന്മാരെന്ന നിലയിൽ ഇപ്പോൾ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ്? നമ്മുടെ സഫറിങ്ങിൽ കൂടെയും നമ്മൾ കഴിക്കുന്ന ജീവിതത്തിന്റെ ഒരു വേർപാടിൽ നിന്ന് അല്ലെങ്കിൽ വ്യത്യസ്തതയിൽ നിന്നൊക്കെയും ഈ പൊതുലോകം ഒരു അർത്ഥത്തിലെങ്കിലും നമ്മളെ ദൈവത്തിന്റെ പുരോഹിതന്മാരായി കണ്ടിട്ടുണ്ട്, കണക്കിട്ടിട്ടുണ്ട്. പക്ഷേ സോറി, ഒരു മിസ്റ്റേക്ക് ഞാനിപ്പോൾ പറഞ്ഞതിലുണ്ട്. പൊതുലോകം ഇപ്പോൾ നമ്മുടെ സഫറിങ്ങിനെ മാത്രം കണ്ടിട്ടുള്ളൂ. എന്ന് പറഞ്ഞാൽ നമ്മൾ കടന്നു പോകുന്ന ഈ വിധ കഷ്ടാനുഭവത്തെ കണ്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതം ഈ തരത്തിലുള്ളതാണ് എന്നുള്ളത് തീർച്ചയായും അവർ നോട്ടീസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മളെ പുരോഹിതന്മാരായിട്ട് തീർച്ചയായും ഈ പൊതുലോകം അംഗീകരിച്ചിട്ടോ കണക്കിട്ടിട്ടോ ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ ദൈവത്തിന്റെ ആയതുകൊണ്ടാണ് നമ്മൾ ഈ തരത്തിൽ കഷ്ടതകൾ ഇപ്പോൾ അനുഭവിക്കുന്നത് എന്നുള്ള വസ്തുത തീർച്ചയായും അവർ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല, അംഗീകരിച്ചിട്ടില്ല. പക്ഷേ ദൈവത്തിന്റെ രാജ്യം വരുമ്പോൾ, ഈ ഭൂമിയിൽ സ്ഥാപിതമാകുമ്പോൾ തീർച്ചയായും അവർ ദൈവത്തിന്റെ ആ ഒരു ക്രമീകരണത്തിൽ മനസ്സിലാകും എന്ത് അവരുടെ ഇടയിൽ ജീവിച്ച് അവരുടെ ഇടയിൽ കഷ്ടാനുഭവങ്ങൾ അനുഭവിച്ചവരൊക്കെയും എന്തിന്റെ കാരണത്താലാണ് ഈ തരത്തിൽ കഷ്ടം അനുഭവിച്ചത് എന്നുള്ളത് അവർ അപ്പോൾ തീർച്ചയായും മനസ്സിലാക്കും, അംഗീകരിക്കും. ദൈവത്തിന്റെ മക്കളായിരുന്നു, ദൈവത്തിന്റെ ജനമായിരുന്നു ഞങ്ങളുടെ ഇടയിൽ ജീവിച്ചത് എന്നുള്ള വസ്തുത തീർച്ചയായും അന്ന് അവർ ബോധമുള്ളവരായിരിക്കും എന്നുള്ള വസ്തുതയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പം മോശ ഈ തരത്തിൽ കൽപ്പിച്ചില്ല എങ്കിൽ, അല്ലെങ്കിൽ ദൈവത്തിന്റെ കൽപ്പനയെ അവരെ ബോധവൽക്കരിച്ചില്ലായിരുന്നുവെങ്കിൽ ദൈവം ഇവരെ പുരോഹിതന്മാരായിട്ട് തിരഞ്ഞെടുത്തു എന്നുള്ള കൽപ്പന അവർക്ക് പറഞ്ഞു കൊടുത്തില്ലായിരുന്നുവെങ്കിൽ തീർച്ചയായും അങ്ങനെ ഈ ഇസ്രായേൽ ജനം അവരെ അംഗീകരിക്കുകയില്ലായിരുന്നു. അപ്പം ഈ ഒരു ആശയമാണ് നമുക്കിവിടെ ആത്മീയമായിട്ടും കാണാൻ സാധിക്കുന്നത്.
അപ്പം ഇവിടെ ഇപ്പോൾ ചിന്തിച്ചതിൽ എന്തെങ്കിലും ചോദ്യമുണ്ടോ? എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ പറയുക, നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പം നമുക്ക് അവസാനത്തെ പോയിന്റിലേക്ക് വരാം. നമ്മള് തുടക്കത്തിൽ ചിന്തിച്ചിരുന്നു, ഇവിടെ മോശ അർപ്പിച്ചത് 2 യാഗങ്ങളാണെന്നുള്ളത്. ഒന്നാമത്തേത് പാപപരിഹാര യാഗവും രണ്ടാമത്തേത് ഹോമയാഗവുമാണെന്ന്. അപ്പം അതിനെക്കുറിച്ച് നമുക്ക് ചില കാര്യങ്ങൾ ഇപ്പോൾ ചിന്തിച്ചിട്ട് നമുക്ക് പാഠം ഇന്ന് പൂർത്തീകരിക്കാം. അപ്പം ആദ്യത്തേത്, രണ്ടും ഇവിടെ അർപ്പിക്കപ്പെടുന്ന വസ്തു ഒരു ബുള്ളക്കാണ്. അപ്പം കാളയാണ് ഇവിടെ അർപ്പിക്കപ്പെടുന്നത്. ആദ്യത്തെ യാഗം, ഇവിടെ പാപപരിഹാര യാഗമായി അർപ്പിക്കപ്പെടുന്ന കാള, അത് മോശയാൽ അർപ്പിക്കപ്പെടുന്നതാണ്. നമുക്ക് വാക്യം ഒന്നുകൂടെ വായിക്കാം. 8-ാം അധ്യായം 8 മുതൽ 12 വരെ. അതിന്റെ ശേഷം അവർ ഒരു കാളക്കിടാവിനെയും അതിന്റെ ഭോജനയാഗമായി എണ്ണ ചേർത്ത നേരിയ മാവും എടുക്കണം. പാപയാഗത്തിനായി നീ വേറെ ഒരു കാളക്കിടാവിനെയും എടുക്കണം. ലേവ്യരെ സമാഗമന കൂടാരത്തിന് മുമ്പാകെ വരുത്തണം. ഇസ്രായേൽ മക്കളുടെ സഭയെ മുഴുവനും ഒരുമിച്ച് കൂട്ടണം. പിന്നെ ലേവ്യരെ യഹോവയുടെ സന്നിധിയിൽ നിർത്തണം. ഇസ്രായേൽ മക്കൾ ലേവ്യരുടെ മേൽ കൈവെക്കണം. യഹോവയുടെ വേല ചെയ്യേണ്ടതിന് അഹരോൻ ലേവ്യരെ യഹോവയുടെ സന്നിധിയിൽ ഇസ്രായേൽ മക്കളുടെ നീരാജനയാഗമായി അർപ്പിക്കണം. ലേവ്യർ കാളക്കിടാക്കളുടെ തലയിൽ കൈവെക്കണം. പിന്നെ ലേവ്യർക്ക് വേണ്ടി പ്രായശ്ചിത്തം കഴിക്കേണ്ടതിന് നീ യഹോവയ്ക്ക് ഒന്നിനെ പാപയാഗമായും മറ്റേതിനെ ഹോമയാഗമായിട്ടും അർപ്പിക്കണം. അപ്പം ഇവിടെ ആദ്യത്തെ യാഗം, ഈ പാപപരിഹാര യാഗം എന്ന് പറയുന്നത് മോശയാൽ അർപ്പിക്കപ്പെടുന്നതാണ്. ഈ യാഗം കാണിക്കുന്നത് എന്തിനെയാണ്? ഇവിടെ മോശ റെപ്രസെന്റ് ചെയ്യുന്നത് യഹോവയാണ്. യഹോവ മുഖാന്തരം അല്ലെങ്കിൽ യഹോവയുടെ ക്രമീകരണത്താൽ യാഗം അർപ്പിക്കപ്പെടുന്ന യേശു ക്രിസ്തു എന്ന റാൻസത്തെ കാണിക്കുന്നു. റാൻസത്തിന്റെ ഈ കാള ഇവിടെ റെപ്രസെന്റ് ചെയ്യുന്നത് യേശു ക്രിസ്തുവിന്റെ ആ പൂർണ്ണ മാനുഷികത്വത്തെയാണ്, ആ പൂർണ്ണ മാനുഷിക ശരീരത്തെ കാണിക്കുന്നു. അപ്പം ആ ഒരു വസ്തുത നമുക്കിവിടെ ഈ ഒരു യാഗ വസ്തുവിൽ കാണാൻ സാധിക്കുന്നു. എബ്രായർ 10-ാം അധ്യായം 5-ാം വാക്യം വായിക്കാം. ആകയാൽ ലോകത്തിൽ വരുമ്പോൾ ഹനനയാഗവും വഴിപാടും നീ ഇച്ഛിച്ചില്ല, എന്നാൽ ഒരു ശരീരം നീ എനിക്ക് ഒരുക്കിയിരിക്കുന്നു. അപ്പം ഈ ശരീരം, ദൈവം ഒരുക്കിയ ഈ പൂർണ്ണ മാനുഷിക ശരീരം, ഇതിനെയാണ് ഇവിടെ ഈ കാള പ്രതിനിധീകരിക്കുന്നത്. അപ്പം ഈ ഒരു നിഴലിൽ നമുക്ക് ആത്മീയമായ എന്ത് ഇമ്പോർട്ടൻസ് ആണ് കാണാൻ സാധിക്കുന്നത്? തീർച്ചയായും ക്രിസ്തുവിന്റെ ആ പൂർണ്ണ മാനുഷികത്വമാണ് നമുക്ക് പാപപരിഹാരമായിട്ട് അർപ്പിക്കപ്പെട്ടത്. അതിൽ കൂടുതൽ നമുക്കിവിടെ എന്താണ് കാണാൻ സാധിക്കുന്നത്? ഇത് ആദ്യമേ ഈ കാളയെ അർപ്പിക്കപ്പെടുന്നു, അല്ലെങ്കിൽ ആദ്യമേ പാപപരിഹാര യാഗമാണ് ഇവിടെ അർപ്പിക്കപ്പെടുന്നത് എന്നതിൽ നമുക്ക് വളരെയധികം ഇമ്പോർട്ടൻസ് കാണാൻ സാധിക്കുന്നു. അപ്പം ക്രിസ്തുവിന്റെ പാപപരിഹാര യാഗം, ക്രിസ്തുവിന്റെ റാൻസം സാക്രിഫൈസിലാണ് മറ്റെന്തും അടിസ്ഥാനം കണ്ടെത്തുന്നത്. അപ്പം ഈ പൂർണ്ണ ശരീരം, ക്രിസ്തുവിൽ അർപ്പിക്കപ്പെട്ട യാഗമായി അർപ്പിക്കപ്പെട്ട പൂർണ്ണ ശരീരത്തിലാണ് നമ്മുടെ ദൈവത്തിന്റെ സന്നിധിയിൽ, ദൈവത്തിന്റെ മുമ്പാകെ ഉള്ള ആ ഒരു അംഗീകാരവും സ്ഥിരീകരിക്കുന്നത്. അതിൽ തൂങ്ങിയാണ് ഇരിക്കുന്നത്. അപ്പം അതിൽ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇരിക്കുന്നത്. അപ്പം ക്രിസ്തുവിന്റെ രക്തത്താൽ ഉണ്ടാകുന്ന ആ നീതീകരണം ഇല്ല എങ്കിൽ തീർച്ചയായും നമുക്ക്
ദൈവത്തിന്റെ സന്നിധിയിൽ യാഗമായി അർപ്പിക്കാനായി ഒന്നും തന്നെയുമില്ല. ദൈവത്തിന്റെ ആ ഒരു ക്രമീകരണം ഇതാണ് അല്ലെ. ക്രിസ്തുവിന്റെ രക്തം നമ്മളെ ശുദ്ധീകരിക്കുകയും അങ്ങനെ കണക്കിടപ്പെട്ട ഒരു നീതീകരണം നമുക്ക് ലഭിക്കുകയും ആ നീതീകരിക്കപ്പെട്ട മാനുഷികത്വമാണ് എന്ത് നമ്മൾ ചെയ്യുന്നത്, ദൈവത്തിന്റെ സന്നിധിയിൽ യാഗമർപ്പിക്കുന്നത്. ആ യാഗം അർപ്പിക്കപ്പെടുമ്പോഴാണ് എന്ത് നമുക്ക് ലഭിക്കുന്നത്, ആ പുതിയ സൃഷ്ടിയുടെ ആ ഒരു അനുഗ്രഹം, ആ ഒരു സമർപ്പണം നമുക്ക് ലഭിക്കുന്നത്. അങ്ങനെയാണ് നമുക്ക് ആ ഒരു പുതിയ സ്വർഗീയമായിരിക്കുന്ന പ്രത്യാശ ഉണ്ടാകുന്നത്. അപ്പം ഇതൊക്കെയും എന്തിലാണ് അടിസ്ഥാനം കണ്ടെത്തുന്നത്, ക്രിസ്തുവിന്റെ ആ യാഗത്തിലാണ്. അപ്പം ആദ്യമേ അർപ്പിക്കപ്പെടുന്ന ഈ പാപപരിഹാര യാഗം, ആ യാഗവസ്തു ഇവിടെ കാണിക്കുന്നത് ക്രിസ്തുവിന്റെ ആ ഒരു റാൻസം സാക്രിഫൈസിനെയാണ്. ആ റാൻസം സാക്രിഫൈസിലാണ് നമ്മുടെയും ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്കുണ്ടാകുന്ന അംഗീകാരം സ്ഥിരീകരിക്കുന്നത്. അപ്പം എഫേസ്യർ 1-ാം അധ്യായം 6-ാം വാക്യവും ഇതിനോട് അടിസ്ഥാനപ്പെടുത്തി നമുക്ക് വായിക്കാം. അവൻ പ്രിയനായവനിൽ നമുക്ക് ഒരു സൗജന്യമായി നൽകിയ തന്റെ കൃപാമഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായി സ്നേഹത്തിൽ നമ്മെ മുൻ നിയമിക്കുകയും ചെയ്തുവല്ലോ. അപ്പം ഇവിടെ നമ്മൾ കാണുന്നത് നമ്മുടെ പ്രിയന്റെ അല്ലെങ്കിൽ നമ്മുടെ പ്രിയനിലാണ് നമ്മളും നമ്മുടെ രക്ഷയെ കണ്ടെത്തുന്നത്, നമ്മുടെ നീതീകരണത്തെ കണ്ടെത്തുന്നത്. അപ്പം ഇവിടെ നമ്മൾ നിഴലിലേക്ക് വരുമ്പോൾ അവിടെ ഈ ലേവ്യർ കൈവെക്കുന്നത് ഈ കാളയുടെ തലമുകളിൽ കൈവെക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നു അല്ലെ. അപ്പം നമ്മുടെ സ്ഥാനത്തിൽ മരിക്കുന്നതായിട്ടാണ് നമുക്കിവിടെ ഇതിനെ കാണാൻ സാധിക്കുന്നത്. നമ്മുടെ വിശ്വാസത്താലാണ് എന്ത് സാധിക്കുന്നത്, നമ്മൾ ഈ ഒരു കണക്കിടപ്പെട്ടിരിക്കുന്ന ഈ ഒരു അവസ്ഥയെ, പൂർണ്ണ മാനുഷികത്വത്തെ നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ സാക്രിഫൈസ് ചെയ്യാൻ കഴിയുന്നത് എന്നുള്ള കാര്യമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പം ഇവിടെ നമ്മൾ സാക്രിഫൈസ് ചെയ്യുന്നത് എന്താണ്, നമ്മുടെ ആ ഭൗമികമായിരിക്കുന്ന സകലതുമാണ് എന്നതിനെ സംബന്ധിച്ച് നമുക്ക് കുറച്ച് കഴിഞ്ഞ് ചിന്തിക്കാം. അപ്പം ഈ ഒരു നിഴലിൽ നമുക്ക് ലേവ്യർ 8-ാം അധ്യായത്തിൽ എന്നതുപോലെ ഇവിടെ സംഖ്യാപുസ്തകം 8-ാം അധ്യായത്തിലും ഓർക്കാൻ എളുപ്പമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, നമ്മുടെ ടൈപ്പ് അല്ലെങ്കിൽ ചർച്ചിന്റെ ടൈപ്പ് ഒരു ആട്ടിൻകുട്ടിയിലല്ല, പക്ഷേ ഇവിടെ ഈ ബൊള്ളക്കിലാണ്, ഈ കാളയിലാണ് എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പം ഈ കാളയിലാണ് ചർച്ചിനെ റെപ്രസെന്റ് ചെയ്യപ്പെടുന്നത്. അല്ലാതെ നമ്മൾ സ്വാഭാവികമായി കാണുന്നത് പോലെ, സാധാരണ കാണുന്നത് പോലെ ഒരു ആട്ടിൻകുട്ടിയിലല്ല നമ്മളെ റെപ്രസെന്റ് ചെയ്യപ്പെടുന്നത്. അപ്പം ഈ ഒരു കാളയെ ഇവിടെ യാഗം അർപ്പിക്കുമ്പോൾ നമ്മുടെ ഭൗമികമായിരിക്കുന്ന സകലത്തെയുമാണ് നമ്മൾ സമർപ്പിക്കുന്നത് ദൈവത്തിന് മുമ്പാകെ. നമ്മുടെ ഭൗമികമായിരിക്കുന്ന ജീവൻ, നമ്മുടെ സകലമായിരിക്കുന്ന മാനുഷികമായിരിക്കുന്ന റൈറ്റ്സ്, അതുപോലെ തന്നെ നമ്മുടെ പ്രിവിലേജുകളൊക്കെയും ഒരു മനുഷ്യൻ എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു പൂർണ്ണ മനുഷ്യൻ എന്ന നിലയിൽ നമുക്ക് അനുവദിക്കപ്പെടുന്ന അനവധിയായിരിക്കുന്ന റൈറ്റ്സ് ഉണ്ട്, അതുപോലെ തന്നെ പ്രിവിലേജുകളുണ്ട്. ഇതൊക്കെയും നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ സമർപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഇതൊക്കെയും നമുക്ക് വളരെയധികം ഫെമിലിയർ ആയിരിക്കുന്ന ചില ആശയങ്ങളാണ്. അതുകൊണ്ട് കൂടുതൽ സമയം ഇതിൽ സ്പെൻഡ് ചെയ്യുന്നില്ല. ഇനിയും രണ്ടാമതായിട്ട് ഇവിടെ യാഗം അർപ്പിക്കപ്പെടുന്നത് ഹോമയാഗമാണ്. ഹോമയാഗത്തിലും ഇവിടെ കാളയെയാണ് ഇവിടെ അർപ്പിക്കുന്നത് യാഗമായിട്ട്. അപ്പം ഇവിടെ മോശയാണ് ഈ യാഗത്തെ അർപ്പിക്കുന്നത് എങ്കിലും ഈ യാഗവസ്തു കൊണ്ടുവരുന്നത് ലേവ്യ ഗണമാണ്.
അപ്പം ഇതെന്തിനെ കാണിക്കുന്നു? ഇത് കാണിക്കുന്നത് ഇതിനു മുമ്പാകെ അർപ്പിക്കപ്പെട്ട പാപപരിഹാര യാഗത്തിന്റെ ദൈവത്തിന്റെ അതിലുള്ള പ്രീതിയെ കാണിക്കുന്നു. ദൈവം അതിനെ അക്സെപ്റ്റ് ചെയ്തു എന്നതിനെ കാണിക്കുന്നു. സിൻ ഓഫറിംഗ് എന്ന് പറയുന്നത് ഈ ആദ്യത്തെ യാഗം, അത് ഈ യാഗപീഠത്തിൽ പാതിയായിട്ടേ എരിഞ്ഞു തീർന്നുള്ളൂ. എന്ന് പറഞ്ഞാൽ പാതി എന്ന് പറയുമ്പോൾ അതിൻ്റെ ഉള്ളൊക്കെയും അതുപോലെ തന്നെ അതിൻ്റെ തോല്, അതിൻ്റെ ചാണകം എന്നിവയൊക്കെയും അത് യാഗപീഠത്തിലല്ല അർപ്പിച്ചത്, അത് യാഗപീഠത്തിലല്ല കത്തിച്ചത്. പക്ഷേ ഈ ക്യാമ്പിന്റെ വെളിയിൽ കൊണ്ടുപോയി ക്യാമ്പിന്റെ വെളിയിലാണ് ഇതിനെ കത്തിച്ച് എരിയിക്കുന്നത്. അപ്പം ഈ ഒരു വ്യത്യാസം ഈ രണ്ട് വസ്തുതയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. അപ്പം ഇവിടെ എന്താണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് നമുക്ക് ഇവിടെ ചിന്തിക്കാം. അപ്പം ഇങ്ങനെ ഈ ഉള്ളൊക്കെയും അതുപോലെ തന്നെ ചാണകം എന്നിവയൊക്കെയും ക്യാമ്പിന്റെ വെളിയിൽ കൊണ്ട് അതിനെ തീയിട്ട് കത്തിക്കുമ്പോൾ തീർച്ചയായും അതിൻ്റെതായിരിക്കുന്ന ഒരു സ്മെല്ല്, ഒരു മണം, അതൊരു പ്ലസന്റ് ആയിരിക്കുന്ന ഒരു മണമല്ല. അപ്പം അതുണ്ടാവും. അപ്പം ക്യാമ്പിൽ വസിക്കുന്നവർക്കൊക്കെയും അതിൻ്റെ അനുഭവം ഉണ്ടാകും. അപ്പം ഈ ഒരു നിലയിൽ ക്രിസ്തുവിന്റെ സമർപ്പണ യാഗം, ക്രിസ്തുവിന്റെ റാൻസം എന്ന് പറയുന്നത്, അതുപോലെ തന്നെ ഇതിൽ നമ്മളുടേതെയും നമുക്ക് കാണാൻ സാധിക്കും. സിൻ ഓഫറിങ്ങിൽ നമ്മുടെയൊക്കെയും ഈ ഒരു സമർപ്പണ ജീവിതം എന്ന് പറയുന്നത്, അത് ഈ ദൈവത്തിന്റെ സന്നിധിക്കുള്ളിൽ, ഈ ഒരു ടാബർനാക്കിളിനുള്ളിൽ അതൊരു സൗരഭ്യവാസനയായാണ് ദൈവത്തിന്റെ സന്നിധിയിൽ ആയിത്തീരുന്നത്. പക്ഷേ ഈ പൊതുലോകത്തിന്റെ ഇടയിൽ അത് തീർച്ചയായും ഒരു അരുചിയായിരിക്കുന്ന, അല്ലെങ്കിൽ ഒരു മണക്കാൻ കൊള്ളാത്തതായിരിക്കുന്ന ഒരു തരത്തിലുള്ള ഒരു അനുഭവമാണ് ഇവിടെ പൊതുലോകത്തിന് നമ്മുടെ ജീവിതത്തിൽ നിന്നുണ്ടാകുന്നത്. അത് സ്വാഭാവികമായും അങ്ങനെയാണ് ഉണ്ടാകുന്നത്, അല്ലാതെ നമ്മൾ പ്രത്യേകിച്ച് എന്തെങ്കിലും ചെയ്തിട്ടല്ല. നമ്മൾ ആത്മീയമായി ദൈവത്തിനായി ജീവിക്കുമ്പോൾ ആ തരത്തിലുള്ള ഒരു അനുഭവമാണ് പൊതുലോകത്തിനിടയിൽ ഉണ്ടാകുന്നത് എന്നുള്ള ഒരു ആശയമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പം ഈ നീതിക്കും ന്യായത്തിനും ജീവിച്ചിട്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു അനുഭവം പൊതുലോകത്തിനിടയിൽ ഉണ്ടാകുന്നത്. അപ്പം അവസാനമായി നമുക്കിവിടെ ചിന്തിക്കാനുള്ള കാര്യം എന്ന് പറയുന്നത്, ഈ സൗരഭ്യവാസനയായിരുന്നു നമ്മുടെ ഈ ഒരു സമർപ്പണം എന്നുള്ള വസ്തുത പൊതുലോകത്തിന് ഒരു സമയത്ത് മനസ്സിലാക്കാൻ സാധിക്കും. എന്ന് വെച്ചാൽ ദൈവം അവരെ വീണ്ടെടുക്കുന്ന ആ കാലത്ത് തീർച്ചയായും അവർക്ക് ഈ ഒരു വസ്തുതയെ വെളിപ്പെടുത്തും എന്നുള്ള കാര്യമാണ് നമുക്കിവിടെ അവസാനമായി ചിന്തിക്കുന്നത്. അപ്പം ഇവിടെ ഇങ്ങനെയുള്ള ഒരു സമർപ്പണം ഇത് എങ്ങനെയാണ് തുടങ്ങിയത്? മോശ ലേവി ഗണത്തെ കൂട്ടി വിളിച്ച് അവരെ ഈ അഭിഷേക തൈലത്താൽ വെള്ളം കൊണ്ട് അവരെ തളിച്ച് അങ്ങനെ ശുദ്ധീകരിച്ച് അവരെ തൻ്റെ ദേഹം ഷേവ് ചെയ്ത് വസ്ത്രത്തെ അലക്കി, അതിനുശേഷം ലേവ്യർ ഇസ്രായേൽ ജനത്തിന് മുമ്പാകെ പോയി അവരെ അനുഗ്രഹിച്ച്, പിന്നെ ഈ തരത്തിൽ യാഗങ്ങൾ കഴിച്ചതിന് ശേഷം എന്താണ് സംഭവിക്കുന്നത്? മോശ അവരെ പുരോഹിത വർഗമായിട്ട് ലേവ്യ ഗണമായിട്ട് ഈ തരത്തിൽ ദൈവത്തിന്റെ വേലക്കാരായിട്ട് അവരെ അപ്പോയിന്റ് ചെയ്യുകയും ദൈവത്തിന്റെ വേലകൾ ചെയ്യാനായിട്ട് അവരെ പറഞ്ഞു വിടുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം ഈ നിലയിൽ നമ്മുടെ കാര്യത്തിലും ആത്മീയമായി ചിന്തിക്കുമ്പോൾ ദൈവം നമ്മളെ ഈ ഒരു
ക്രിസ്തുവിനോടൊപ്പം പുരോഹിതന്മാരായിരിക്കുവാൻ നമ്മളെ ദൈവം ഇപ്പോൾ ഈ വിധത്തിൽ വിളിച്ച് വേർതിരിച്ച് അതിൻ്റെതായിരിക്കുന്ന ശുദ്ധീകരണ വേല കഴിച്ച് ക്രിസ്തുവിന്റെ രക്തത്താലുള്ള ആ ഒരു അഭിഷേകവും നടത്തി നമ്മളെ ഇപ്പോൾ ആ ഒരു അംഗമായിരിക്കുവാൻ തക്കവണ്ണം അവസരം നമുക്കിപ്പോൾ തന്നിരിക്കുന്നു. അപ്പോൾ നമുക്ക് മുമ്പാകെ വെച്ചിരിക്കുന്ന ഈ വേല ചെയ്ത് പൂർത്തീകരിക്കുക. അങ്ങനെ നമ്മളിൽ അടങ്ങിയിരിക്കുന്ന ഈ ഒരു റെസ്പോൺസിബിലിറ്റി നമ്മൾ പൂർത്തീകരിക്കുന്നതിനാൽ നമുക്ക് ഈ പൊതുലോകത്തിന് അവർക്ക് ദൈവം ഒരുക്കിയിരിക്കുന്ന ആ ഒരു അനുഗ്രഹങ്ങൾ നൽകുവാൻ സാധിക്കും എന്നുള്ളൊരു ആശയമാണ് നമുക്കിവിടെ അവസാനമായി ഇതിൽ ചിന്തിക്കാനുള്ളത്. അപ്പം നമ്മൾ ഓരോരുത്തരും ഈ നിലയിൽ നമ്മുടെ വിളിയെയും തെരഞ്ഞെടുപ്പിനെയും സംബന്ധിച്ചുള്ള ആ ഒരു ആശയം മനസ്സിലാക്കുകയും ചിന്തിക്കുകയും ചെയ്യാൻ നമുക്കിന്ന് സാധിച്ചു. നമ്മളെ ഓരോരുത്തരെയും ദൈവം ഈ നിലയിൽ വഴി നടത്തുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ പാഠത്തിൽ നിന്ന് വിരമിക്കുന്നു.